ശേഷം അപകടം ഉണ്ടായല്ലോ സ്റ്റാറ്റസ് ഇടാനും അതുപോലെ ഫേസ്ബുക്കിൽ നമ്മൾ പറഞ്ഞാൽ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കും. ഇങ്ങനെയുള്ള സ്കൂളുകൾക്കെതിരെ നടപടി എടുക്കാതിരിക്കരുത്. ഊരിപ്പോയേട്ടാ പണ്ട് കിടക്കുന്നില്ലേ നമുക്ക് ഇത് നമ്മൾ ആൾക്കാർ പ്രതികരിക്കണേ. കുഞ്ഞുങ്ങളെ 50 കുഞ്ഞുങ്ങളുണ്ട്, അവര് 2 പേരാ പറയും ഊരിപ്പോയി. കുറച്ച് പറയുന്നത് നിങ്ങളെല്ലാം പോയാണോ നമ്മൾ ആൾക്കാർ പ്രതികരിക്കണം. ഈ സ്കൂളൊക്കെ ഉണ്ടല്ലോ വെറുതെ 2000-3000 രൂപ ഫീസും മേടിച്ച് ഈ പോലെ പകരക്കാരെ വന്ന് കയ്യിൽ വെച്ചുള്ളൂ. ആൾക്കാർ പ്രതികരിക്കാൻ വേണ്ട. കാണുന്നവരെല്ലാം മാക്സിമം ഈ സ്കൂളിനെതിരെ നിയമ നടപടി 10-20 കുഞ്ഞുങ്ങൾ എന്ത് വിശ്വസിച്ചാണ് വീട്ടുകാർ നമ്മൾ സ്കൂളിലോട്ട് വിടുക? കണ്ടു നോക്ക്, ഒരു തലനാരടക്കിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് കുഞ്ഞുങ്ങളെല്ലാം കായൽ പോയാൽ 2 വീട് കുറേ ദൂരിപ്പോയാ അങ്ങനെ പറയാതിരിക്കുന്ന മോശമാണോ? 50-30 പിള്ളേരെ വണ്ടിക്കാരി 2 വീല് ഊരിപ്പോയി. ആ ബാക്കിൽ 2 വീല് ഒത്തങ്ങോട്ടോടെ മാറി വീടുകളുണ്ടായിരുന്നെങ്കിലോ മൊത്തം പിള്ളേരാ. ഇത് പറയണ്ട, നമുക്ക് ഇത് കാണുന്നതെല്ലാം കാണണം. ഈ സ്കൂളിലൊക്കെ നടപടി എടുത്ത് ഈ സ്കൂളിനെതിരെ കേസെടുക്കുന്നത് ഞാൻ പറയുന്നത്. ഇത്രയും കുഞ്ഞുങ്ങൾ നിങ്ങൾ നോക്കിക്കേ, ഈ വാഹനത്തിനകത്ത് ഇത്രയും കുട്ടികൾ ഇരിക്കുക. ഒരു പൊടിക്ക് അങ്ങോട്ട് മാറിപ്പോയിരുന്നെങ്കിലോ, ഈ കുഞ്ഞുങ്ങളെല്ലാം വെച്ചുപോയായിരുന്നു. നമ്മളെല്ലാവരും എന്നിട്ട് ഭയങ്കര ദാരുണം കുഞ്ഞുങ്ങൾ കായലിൽ പോയി അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഓർക്കണം, സ്റ്റഡടിഞ്ഞു പോകുക അങ്ങനെയൊന്നുമല്ല, വീല് ഊരിപ്പോവുക ചെയ്തിരുന്നത്. വീല് ഊരിപ്പോയി കുഞ്ഞുങ്ങളായിട്ട് വന്ന് വണ്ടി 2 വീലും പൂർണ്ണമായിട്ട് ഊരിപ്പോവുക ചെയ്തിരുന്നത്. ഇങ്ങനെയുള്ള ഇത്രയും പഴക്കമുള്ള വാഹനങ്ങൾ ഒരു കാരണവശാലും നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത, ഈ വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഒരു ശിശുദിനം പോലുള്ള ഇന്നത്തെ ദിവസം ഇങ്ങനൊരു അവസ്ഥ നമ്മളെല്ലാവരും കാണണം. നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കണം. 2 വീട് പോയി പോയേക്കാം. ടയർ പഞ്ചറാവാണ് കുഞ്ഞുനാട്ടൊന്ന് ടയർ പഞ്ചറായി പോകാൻ പറയുന്നത്. ഇതെല്ലാം ആൾക്കാരും കാണണ്ട. സ്കൂൾ ബസ്സുമായിട്ട് വന്ന് കുഞ്ഞുങ്ങളായിട്ട് വന്നതാ. 2 വീല് ഊരിപ്പോവാ, നട്ട് ഊരിപ്പോവാ. ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രസമുണ്ടായിരുന്നു. ഇത് ഒഴിഞ്ഞു പോയതൊന്നുമല്ല, 2 വീലും ഊരിപ്പോയി. നട്ട് ഊരിപ്പോയി. തന്നെ പഞ്ചറാവുമോ ആണെന്നുള്ളതല്ല രസം. നട്ട് ഊരിപ്പോവാന്ന് പറയുന്നത് ഓർത്തല്ലേ, പൊടി കുഞ്ഞുങ്ങളായിരിക്കുന്നത്. ഇത്രയും കുഞ്ഞുങ്ങൾ നിങ്ങൾ നോക്കി, ഇത്രയും കുഞ്ഞുങ്ങൾ വണ്ടിയിലുണ്ട്. എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിലോ ആരോട് നമ്മൾ സമാധാനം പറഞ്ഞേനെ? ആയതിനെല്ലാം ഉത്തരവാദിത്വം ചെയ്തിരുന്നേനെ. പ്രതികരിക്കണം, ആൾക്കാർ പ്രതികരിക്കണം. കാരണം സ്കൂൾ ഫീസ് കൊടുത്ത് കുഞ്ഞുങ്ങളെ ബസ്സേക്ക് എന്ത് വിശ്വാസം നമ്മൾ വിടുക? ഈ സ്കൂളിനെതിരെയൊക്കെ നടപടി എടുക്കണം. സെന്റ് ജോസഫ് പബ്ലിക് സ്കൂള്, ഈ സ്കൂളിനെതിരെ നടപടി എടുക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ശേഷം